Sayyid Shahid Thangal Palakkad. Kadavuji, sorry, Mustafa Munduparaji, dignitaries and leaders on the stage. Adriniyanaya Sayyid Sadiq Ali Shihab Dangal. Huh? That's better. Let him translate. You can use that then. You don't need the names. You can just say welcome. They always provide two, but normally one works properly. Vinor. Should I start? So I'd like to congratulate the publication on 10 years of good work. ഈ 10ാം വാർഷികം ആഘോഷിക്കുന്ന സുപ്രഭാതം പത്രത്തിൻ്റെ ശില്പികളെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. I know that it was originally inaugurated in 2014 by Shri Oman Chandy ji. ആ 2014 ആദരണീയനായ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവരുടെ കരങ്ങളാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു പത്രമാണിത്. And Thangalji also suggested that I come and inaugurate this function. ഇത്തവണ ഞാനിവിടെ വന്ന് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കണമെന്നാണ് ഇതിൻ്റെ സംഘാടകർ ആഗ്രഹിച്ചിരിക്കുന്നത്. To congratulate Thangalji on the work that he is doing. ഞാൻ എല്ലാവരെയും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും വളരെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ഇതിനെല്ലാം നേതൃത്വം വഹിക്കുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവരെ പ്രത്യേകിച്ചും അഭിനന്ദിക്കുകയാണ്. Everybody knows that we are living in a world where it is very easy to spread lies. കളവുകൾ സമർത്ഥമായി പ്രചരിപ്പിക്കാൻ വളരെ അനായാസം സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. Anybody with a cell phone can say whatever he wants and transmit it to thousands and thousands of people. ഒരു സെൽഫോൺ ഉപയോഗിച്ച് ആർക്കും എന്തും പറയുവാനും അത് ആയിരക്കണക്കിന് ആളുകളിലേക്ക് പ്രസരിപ്പിക്കുവാനും കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ലോകത്തെമ്പാടും നിലവിലുള്ളത്. At the same time, everybody also knows that the foundation of a just society is truth. അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ ഒരു അടിത്തറ നമ്മുടെയൊക്കെ ഇടയിലുണ്ട് എന്നുള്ളത് അനിഷേധ്യമായ ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. No matter what you do, you cannot build a harmonious, just society based on lies. എന്തൊക്കെയായാലും നുണകൾ അണിനിരത്തിക്കൊണ്ട് ഇവിടെ നമ്മൾ സഹിഷ്ണുതയോടുകൂടി ഐക്യത്തോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ ഛിന്ന ഭിന്നമാക്കാനും പരസ്പര വിദ്വേഷം പകർത്തുവാനും ഒരിക്കലും ആരും ശ്രമിച്ചുകൂടാത്തതാണ്. And eventually, no matter how hard you try to hide it, the truth comes out from somewhere. ചില ഇതിൻ്റെ ഇടയിലൂടെയാണ് സത്യം കടന്നു വരുന്നത്. അതിനെ നാം വളരെയധികം ഉയർത്തിപ്പിടിക്കേണ്ടതായിട്ടുണ്ട് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ഉണർത്തുകയാണ്. And that is why it is important that in such a period that there are publications, there are people who stand by the truth and are not influenced by lies and distortions.
അതുകൊണ്ട് സത്യം ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തികൾ, സത്യം ഉയർത്തിപ്പിടിക്കുന്ന മാധ്യമങ്ങൾ, പത്രങ്ങൾ, അവരാരും തന്നെ നുണകളാൽ, പലരും സൃഷ്ടിച്ചുണ്ടാക്കുന്ന നുണകളാൽ വഴിതെറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. I walked for 4,000 kilometers between Kanyakumari and Kashmir. ഞാൻ 4000 കിലോമീറ്റർ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ കാൽനടയായി സഞ്ചരിക്കുകയുണ്ടായി. And after reading all the major newspapers about the hatred, the anger in society, I was surprised to find that India is a very affectionate place. ഞാൻ ഈ യാത്രയ്ക്കിടയിൽ കാണാൻ സാധിച്ചത് വളരെയധികം ശത്രുതയും വെറുപ്പും വിദ്വേഷവും പ്രകടിപ്പിക്കുന്ന മീഡിയകൾ ഇവിടെ ഉണ്ടെന്നാണ്. പക്ഷെ എങ്കിൽ പോലും ഈ രാജ്യം, ഈ ഭാരതം സത്യത്തോടുള്ള പ്രതിബദ്ധത പുലർത്തുന്ന ഒരു രാഷ്ട്രമാണ് എന്ന് എനിക്കതിൽ ബോധ്യപ്പെടുകയുണ്ടായി. Bharat Jodo Yatra showed me that regardless of what the national media says, regardless of what the corporate media says, the truth is that Indians love each other, respect each other, and are perfectly happy living with each other. ഈ ദീർഘമായ ഭാരത് ജോഡോ യാത്രയിലൂടെ എനിക്കൊരു കാര്യം ബോധ്യമായി. ഇവിടെ ദേശീയ പത്രങ്ങൾ എന്തെല്ലാം നുണകൾ പ്രചരിച്ചാലും, മനസ്സുകളെ തമ്മിൽ അകറ്റാൻ വേണ്ടി വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള എന്തെല്ലാം ശ്രമങ്ങൾ നടത്തിയാലും ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടാണ്. അവര് ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്നു, പരസ്പര സ്നേഹവും സഹിഷ്ണുതയും ഐക്യവും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണത്. The foundation of our country is based on mutual respect, love and understanding. നമ്മുടെ നാടിൻ്റെ അടിത്തറ തന്നെ പരസ്പര സ്നേഹവും പരസ്പരമുള്ള സഹിഷ്ണുതയും എല്ലാമാണ് എന്നുള്ളതും ഞാൻ ഊന്നി പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. And I was quite happy to see that almost naturally a slogan came out of the yatra. Slogan emerged from the yatra. ഈ യാത്രയിൽ പ്രത്യേകമായിട്ടും ഒരു പ്രത്യേക മുദ്രാവാക്യം ഉയർന്നു വരികയുണ്ട്. രാഷ്ട്രത്തിലെമ്പാടും വ്യാപിക്കുന്ന ഒരു മുദ്രാവാക്യം ഈ യാത്രയുടെ ഫലമായിട്ട് എനിക്ക് സമൂഹത്തിന് സമർപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. We did not come out with the slogan. The slogan came out of the yatra. ഞങ്ങൾ ഉയർത്തിയതല്ല ഇത്, മറിച്ച് ആ യാത്രയിൽ നിന്ന് സ്വമേധയാ ഉയർന്നു വന്നിട്ടുള്ള ഒരു മുദ്രാവാക്യമാണത്. And it captured the entire spirit of the yatra in one line. അതാണ് വാസ്തവത്തിൽ ഈ യാത്രയുടെ ഒറ്റവാക്കിലുള്ള ഒരു റിസൾട്ട്, ഒരു ഫലം എന്ന് പറയാൻ കഴിയുന്നത്. Even if the best writers had sat for hundreds of hours, they could not have come out with this line. Even if the best writers had sat for hundreds of hours, they could not have come out with such a precise line. അതെ, വളരെ പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാർ ആയിരക്കണക്കിന് മണിക്കൂറുകൾ എഴുതിയാലും, ആയിരക്കണക്കിന് വരികൾ എഴുതിയാലും അത്തരമൊരു സന്ദേശം ഉയർത്തിപ്പിടിക്കാൻ, ഈ രാഷ്ട്രത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ സാധ്യമാവുകയില്ല എന്നുള്ളതാണ് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. After a couple of 1,000 kilometers of walking, one day I saw one man trying to enter the middle of the yatra. 2000 കിലോമീറ്റർ യാത്ര ചെയ്തതിന് ശേഷം എനിക്ക് ഒരു മനുഷ്യൻ ഈ യാത്രയ്ക്കിടയിലേക്ക് കടന്നു വരാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. And there was a lot of police and a lot of people. So when he first tried to enter it, the police people pushed him and he fell down. അവിടെ സെക്യൂരിറ്റി ജീവനക്കാർ, ധാരാളം പോലീസുകാരും മറ്റും ഉണ്ടായിരുന്നു. അവർ അദ്ദേഹത്തെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം ശക്തി ഉപയോഗിച്ച് മുന്നോട്ട് വരികയാണ് ഉണ്ടായത്. I asked the people around me to find him and he had disappeared. അദ്ദേഹം അവിടെ വീഴുകയും പിന്നീട് ഏതാനും നിമിഷങ്ങൾക്കകം ഈ ഡിസപ്പിയർഡ് അദ്ദേഹം അപ്രത്യക്ഷനാവുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. After some time, maybe after half an hour, suddenly I saw him on one other side. ഈ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് മറ്റൊരു ഭാഗത്ത് ഇതുപോലെയുള്ള ഒരു ശബ്ദം കേൾക്കുകയുണ്ടായി. And again the police people were pushing him and he was trying to come in and they pushed him aside. അവിടെയും ഒരാൾ കടന്നു വരാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അയാളെയും പോലീസുകാർ വളരെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തള്ളി മാറ്റുകയും പുറത്താക്കുകയും ചെയ്തു. Then again I told my office person that look, he's that same guy, he's over there now, go and find him.
ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ആദ്യം വീണ ആള് തന്നെയാണ്, ഒരു ഭാഗത്ത് നിന്ന് ആദ്യം വീണ ആള് തന്നെയാണ് മറുഭാഗത്ത് കൂടി വീണ്ടും ശക്തി ഉപയോഗിച്ച് കടന്നു വരാൻ വേണ്ടി ശ്രമിച്ചത് എന്ന് എനിക്ക് മനസ്സിലാവുകയുണ്ടായി. And for the second time he disappeared. രണ്ടാമത്തെ പ്രാവശ്യവും അദ്ദേഹം അപ്രത്യക്ഷനായി. And then after some time, suddenly he came right in front of me. അതിനുശേഷം അദ്ദേഹം പെട്ടെന്ന് എൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്നതാണ് എനിക്ക് കാണുവാൻ വേണ്ടി സാധിച്ചത്. He had tried once, he had failed, he had tried the second time, he had failed, and then the third time magically he was in front of me. He had gone past the security people. അദ്ദേഹം ഒരു തവണ ശ്രമിച്ചു, രണ്ട് തവണ ശ്രമിച്ചു, മൂന്നാം തവണയും ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. Then he pointed at me and he said, I know what you're doing. I know what you're doing. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാം താങ്കൾ എന്താണ് ചെയ്യുന്നത്, താങ്കൾ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം, താങ്കൾ എന്താണ് ചെയ്യുന്നത് എനിക്കറിയാം എന്ന് അദ്ദേഹം അവിടെ നിന്ന് ഉറക്കെ പറയുകയുണ്ടായി. In Hindi he said, मैं जानता हूं आप क्या कर रहे हो, मैं जानता हूं आप क्या कर रहे हो. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്കറിയാം. അത് ഹിന്ദിയിൽ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. So I said, मैं क्या कर रहा हूं? I said, what am I doing? ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. And he said, नफरत के बाजार में मोहब्बत की दुकान खोल रहे हो. വെറുപ്പിന്റെ അങ്ങാടിയിൽ ഞാൻ സ്നേഹത്തിന്റെ കട തുറക്കുകയാണ് എന്നാണ് ഞാൻ മറുപടി പറഞ്ഞത്. അയാൾ പറഞ്ഞത്, ഓ താങ്കൾ അങ്ങനെയാണ് പറയുന്നത് എന്ന്. So it is not that a script writer came out with the slogan. അദ്ദേഹം അത് നേരത്തെ എഴുതി തയ്യാറാക്കിയുള്ള തിരക്കഥയുമായിട്ട് വന്നതല്ല, മറിച്ച് തികച്ചും സ്വാഭാവികമായി സംഭവിച്ചതാണത്. It was not that somebody sat in a room and thought about what should the slogan be. ഇത് ഇങ്ങനെ ഒരു ഏതെങ്കിലും ഒരാൾ റൂമിനകത്ത് അടച്ചിരുന്ന് എന്തായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം എന്ന് ചിന്തിച്ച് എഴുതിയുണ്ടാക്കിയതൊന്നുമല്ല. The yatra itself said what the slogan should be. ആ യാത്ര തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സന്ദേശം സമൂഹത്തിന് നൽകുകയുണ്ടായിട്ടുള്ളത്. Now it's very surprising because if somebody asks me to define my 20 years in politics, ചിലർ എന്നോട് ആവശ്യപ്പെടുന്നത് എൻ്റെ 20 വർഷത്തെ രാഷ്ട്രീയ ജീവിതം അത് ഞാൻ നിർവചിക്കണം എന്നാണ്. I can answer in one line. എനിക്കൊരു ഒറ്റ വരിയിലുള്ള ഒരു മറുപടിയാണ് അതിന് പറയാനുള്ളത്. നഫ്രത്ത് के बाजार में मोहब्बत की दुकान खोल रहा. വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറക്കുക എന്നുള്ളതാണ്. I can, if somebody asks me what is the Congress party, I can answer, नफरत के बाजार में मोहब्बत खुलती है. എന്താണ് കോൺഗ്രസ് പാർട്ടി എന്ന് ചിലർ എന്നോട് ചോദിച്ചു, അതിനും അതേ മറുപടി തന്നെയാണ് ഞാൻ നൽകിയത്. If somebody asks me how do you think about development, I can answer, my view about development is नफरत के बाजार में मोहब्बत की दुकान खोलनी है. താങ്കളുടെ വികസന സങ്കല്പം എന്താണ് എന്നും അവർ എന്നോട് ചോദിക്കുകയുണ്ടായി. അതിനും ഇതേ മറുപടി തന്നെയാണ് എനിക്ക് നൽകുവാനുള്ളത്. So when India speaks and you listen carefully, it speaks with great wisdom. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു സന്ദേശം എന്ന് പറയും. നമ്മളത് ശരിക്കും ശ്രദ്ധിക്കുകയും അതിനെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യേണ്ടതുണ്ട്. There is nobody in India who can disagree with the line नफरत के बाजार में मोहब्बत की दुकान खोल. Nobody. ഈ ഒരു വരിയുമായി ഈ ഇന്ത്യയിലുള്ള ഒരാൾക്ക് പോലും വിയോജിക്കാൻ വേണ്ടി സാധ്യമല്ല. വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറക്കുക എന്നുള്ളത്. Even if you go to the most rabid RSS person and you say नफरत के बाजार में मोहब्बत की दुकान खोल रहा हूं, he cannot answer you. ഇതേ സന്ദേശം ഇവിടുത്തെ ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തിയോട് പറഞ്ഞാൽ പോലും അദ്ദേഹത്തിന് അത് നിഷേധിക്കാനോ അതിന് മറുപടി പറയാനോ സാധ്യമല്ല. It works for every community, every religion, every language. എല്ലാ മതക്കാരും എല്ലാ വിശ്വാസക്കാരും എല്ലാ ഭാഷക്കാരും ഇത് മുറുകെ പിടിക്കുന്നവരാണ്, ഇത് അംഗീകരിക്കുന്നവരാണ്. Because it is based on a true sentiment. കാരണം ഇത് ശരിക്കും ശരിയായ മതനിരപേക്ഷതയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരാശയമാണിത്. So I'd like to thank you because in your own way that is the work you do.
ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. എന്തിനെന്നാൽ ഈ ഒരു ആശയം തന്നെയാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് കാണുന്നത് കൊണ്ടാണത്. When you respect another person, when you listen to another person, when you appreciate another person, when you appreciate their language, appreciate their religion, appreciate their culture, their history, what you are saying is नफरत के बाजार में मोहब्बत की दुकान खोल रहा हूं. നിങ്ങളൊരാളെ റെസ്പെക്ട്, നിങ്ങളൊരാളെ ആദരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അയാളെ ശ്രദ്ധിക്കാൻ വേണ്ടി തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ, അവർ ഏത് മതത്തിൽപ്പെട്ടതായാലും ഏത് ജാതിയിൽപ്പെട്ടതായാലും ഏത് ഭാഷക്കാരനായാലും ഏത് സംസ്കാരക്കാരനായാലും എന്ത് തന്നെ ആയാലും ഏത് ചരിത്രം പ്രദാനം ചെയ്യുന്ന ആളായാലും അവർക്കെല്ലാവർക്കും തന്നെ സ്വീകാര്യമായിട്ടുള്ള, അവർക്കെല്ലാവർക്കും ഒരുപോലെ പറയാൻ കഴിയുന്ന ഒരു മുദ്രാവാക്യമാണ് ഈ പറയപ്പെട്ടത്. And at the same time you are freeing yourself. അതേസമയം നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ സ്വതന്ത്രരാണ്. Freeing yourself from hatred, freeing yourself from arrogance, freeing yourself from disrespect, freeing yourself from fear. നിങ്ങൾ സ്വയം വിമുക്തരാകേണ്ടതുണ്ട്. നിങ്ങൾ അസഹിഷ്ണുതയിൽ നിന്ന്, അതുപോലെ തന്നെ മറ്റുള്ളവരെ അവമതിക്കുന്നതിൽ നിന്ന്, മറ്റുള്ളവരോട് വിദ്വേഷവും വെറുപ്പും പുലർത്തുന്നതിൽ നിന്ന്, ഇതിൽ നിന്നെല്ലാം നിങ്ങൾ വിമുക്തരായി മാറേണ്ടതുണ്ട്. I'd like to thank all of you for coming here and listening to me. നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേരുകയും എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി തയ്യാറാകുകയും ചെയ്തതിന് ഞാൻ നിങ്ങൾക്ക് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ്. I wish all the people who work in the publication all the best, much strength and much success. ഈ മാധ്യമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളെയും അതീവമായ അർപ്പണബോധത്തോടും നിശ്ചയദാർഢ്യത്തോടും കൂടി അതിനോട് നേതൃത്വം ചെയ്യുന്ന ആളുകളെയും അകമഴിഞ്ഞ് അനുമോദിക്കാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. Thank you. Namaskar. നന്ദി, നമസ്കാരം. Thank you, Rahulji. Thank you, sir. The man who opened not only a shop, a hypermarket of love in the field of hatred, in the market of hatred. Once again, thank you for your wonderful words who emphasized a lot of truth journalism and also impartial journalism, the necessity of it. Now we are moving to the presentation of a token of appreciation to Rahulji by our